ഹായ് നമസ്കാരം. ഓഡോ ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കോൺട്രാ വൗച്ചർ മൾട്ടി കറൻസി. ഇപ്പോൾ മൾട്ടി ബാങ്ക് ഉണ്ടാവും നിങ്ങൾ ഇന്ത്യൻ ട്രാൻസ്ഫർ. ഇപ്പോൾ എൻ്റെ കറൻസി ബഹ്റൈൻ ബാങ്കാണ്. അതേപോലെ എനിക്ക് ഗ്ലോബൽ ബിസിനസ് ഉള്ളതുകൊണ്ട് എനിക്ക് അതർ ബാങ്ക് US ഡോളറിലോ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഇന്ത്യൻ ട്രാൻസ്ഫറാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, അതിന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടി കറൻസി എനേബിൾ ചെയ്യണം. അതിൻ്റെ ശേഷം നമ്മളെ കറൻസി ഏതൊക്കെയാണ് വേണ്ടത് അത് എനേബിൾ ചെയ്യണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ മൾട്ടി കറൻസി എനേബിൾ ചെയ്യണം. അതിന് ശേഷം ഞാൻ US ഡോളറാണ് എനിക്ക് എനേബിൾ ചെയ്യുള്ളത്, അത് എനേബിൾ ചെയ്തു. ഓക്കെ, ഇതിന് എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ രണ്ട് ജേണലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ബാങ്കിനനുസരിച്ചിട്ട്. ഓക്കെ, എനിക്ക് ബാങ്ക് ബഹ്റൈന്, ഇതാണ് എൻ്റെ ബേസ് കറൻസി. ഇതിൽ ഞാൻ കറൻസി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറൻസി മാപ്പ് ചെയ്യണം. അതിനുശേഷം അതുപോലെ തന്നെ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ടിലും കറൻസി മാപ്പ് ചെയ്യണം. സെയിമിലേക്ക് ഞാൻ ഇവിടെ US ഡോളറിൻ്റെ അക്കൗണ്ടും ബാങ്ക് ജേണലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ USD മാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഡ്ജറിലും കറൻസി മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാങ്കിലൊന്നും ക്യാഷ് ഇല്ല. ഞാൻ ഫസ്റ്റ് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. USD കസ്റ്റമർ എടുക്കുന്നു. ഞാൻ USDയിലാണ് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ക്യാഷ് റിസീവ് ചെയ്യുന്നതും. ഞാൻ 1000 കൊടുക്കുന്നു, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ JV ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് വന്നിട്ടുണ്ട്, ബേസ് കറൻസിൻ്റെ എഗൻസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ റിസീവ് ചെയ്യുന്നു. ബാങ്ക് USD ബാങ്കിലാണ് ക്യാഷ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ്. ഇപ്പോൾ ഞാൻ ഡാഷ്ബോർഡിൽ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് US ഡോളറിൽ 1000 ഉണ്ട്. ഇതിൽ നിന്ന് എനിക്കൊരു $500 എൻ്റെ ബഹ്റൈൻ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ നോർമൽ പറയുന്ന പോലെ ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ എന്ന് കൊടുക്കുന്നു, ഫണ്ട് ട്രാൻസ്ഫർ ടു BHD. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈനസിൽ 500 കൊടുത്തു, ആഡ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇന്ത്യൻ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ വീണ്ടും റിപ്പോർട്ടിങ്ങിലോട്ട് പോകുന്നു. TBയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ ഫണ്ട് ട്രാൻസിസ്റ്റ് 188.679 ആണ് എൻ്റെ ട്രാൻസിസ്റ്റ്. ഇത് ഡെബിറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ എനിക്ക് ആക്ച്വലി ഞാൻ റിസീവ് ചെയ്തത് ഒരു 175 ആണ് എന്ന് വിചാരിക്കും. ബാക്കി റിമൈനിങ് എനിക്ക് ബാങ്ക് ഫീ ഉണ്ടാവും, അതുപോലെ ഗെയിൻ ആൻഡ് ലോസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇതിൽ 175 ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഏത് ബാങ്കിലോട്ട് റിസീവ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ എന്ന് കൊടുക്കുന്നു, റിസീവ്ഡ് USD എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം 175 ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്, അത് കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, ഞാൻ കൺഫിൻ വീൽ ക്ലിക്ക് ചെയ്യുന്നു, റീകൺസിൽ ക്ലിക്ക് ചെയ്യുന്നു. 188 ആണ്, ഇതായിരുന്നു എൻ്റെത്, അത് ക്ലോസ് ചെയ്യും. നമ്മൾ നോർമൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പം നമ്മളിത് നോർമൽ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പോൾ മാപ്പ് ആയിട്ടില്ല. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ ഗെയിൻ ലോസ് മാപ്പ് ആയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് മാപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് പ്രോപ്പർ വേ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തത് പ്രോപ്പർ വേ അല്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മുടെ ഗെയിൻ ആൻഡ് ലോസ് മാപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് താഴത്തെ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? 175 ആണ് കൊടുക്കുന്നത്, -175 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ -75 അല്ല, 500 ആയിരുന്നു. 500 ആണ് കൊടുക്കുന്നത്. ഇത് സേവ് ചെയ്ത്, ഓക്കെ, ഇത് സേവ് ചെയ്തു. ഓക്കെ, വീണ്ടും അതിലോട്ട് കാണിക്കാം. ഇവിടെ -500 ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എമൗണ്ട് ഇവിടെ വന്നു, സേവ് കൊടുത്തു. ഓക്കെ, ഇപ്പം ഞാനത് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഞാൻ സേവ് ചെയ്തു, നമ്മൾ റീകൺസിലേഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ റിമൈനിങ് 13 BD വന്നിട്ടുണ്ട്. നമുക്കിവിടെ $13 നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമുക്ക് എക്സ്ചേഞ്ചിലോട്ടിലോട്ട് പോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ സെറ്റ് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം സെറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ലോസ് ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോസ് അക്കൗണ്ടിലോട്ടാണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ ലോസ് എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും റിപ്പോർട്ടിലോട്ട് പോകുന്നു.
പ്രോഫിറ്റ് ആൻഡ് ലോസിലോട്ട് പോകുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് എമൗണ്ട് വന്നിട്ടുണ്ട്, അതേപോലെ നമ്മൾ ഗെയിൻ ആൻഡ് ലോസ് വന്നിട്ടുണ്ട്. 13 BD നമ്മളെ ഗെയിൻ ആൻഡ് ലോസിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഈ 13-ൽ നമുക്ക് എന്തുണ്ടാവാം, നമ്മുടെ ട്രാൻസാക്ഷനിൽ ഇതിൽ ബാങ്ക് ഫീയും വന്നിട്ടുണ്ടാവും. ഇപ്പം ഞാൻ ജസ്റ്റ് അതുകൂടി ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 13 BD ബാങ്ക് ഫീയും കൂടിയും കൊടുക്കുന്നു. ഇപ്പോൾ ഒരു 10 BD ആണ് നമ്മൾ ഗെയിൻ ലോസിലോട്ട് വന്നത്, 10 കൊടുത്തു. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ 3 BD ഉണ്ട്, അത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബാങ്ക് ഫീയിലോട്ട് മാപ്പ് ചെയ്യുന്നു. ബാങ്ക് ചാർജ്, അത് ബാങ്ക് ചാർജ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ലെഡ്ജർ അതിലോട്ട് മാപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ റിപ്പോർട്ടിങ്ങിലോട്ട് പോകുന്നു. ഇപ്പോൾ റിപ്പോർട്ടിൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അതർ ബാങ്ക് ചാർജിൽ എനിക്ക് 3 വന്നിട്ടുണ്ട്, ഗെയിൻ ആൻഡ് ലോസിൽ എൻ്റെ 10 വന്നിട്ടുണ്ട്. ഓക്കെ, വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.